رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وبارك وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹുവിന്റെ കരുണയാൽ നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണമെന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബുദ്ധിയുള്ളവർ മരണത്തെ കൂടുതലായി ഓർക്കുന്നവരാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ മരണത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എപ്പോഴും മരണത്തെ ഓർക്കണമെന്നും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഓരോ മുസ്ലിമും തയ്യാറായിരിക്കേണ്ടതുമാണെന്ന് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരമായി ഉണർത്തുന്നുണ്ട്. ഒരാളും തന്നെ ഈ ഭൂമുഖത്ത് മരണപ്പെടാതെ ബാക്കിയാവുകയില്ല. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോകുന്നതാണ്, നാശമടയുന്നതാണ്. അതിനൊരവസാനമുണ്ട്. എന്നാൽ ഏകാധിപതിയായ ഈ ലോകത്തെ സൃഷ്ടിച്ച അല്ലാഹു, അവൻ മാത്രമേ ബാക്കിയാവുകയുള്ളൂ. മനുഷ്യൻ എത്ര തന്നെ ശക്തനാണെങ്കിലും അവൻ എത്ര തന്നെ സൗകര്യങ്ങളുണ്ടെങ്കിലും ഒരു കാരണവശാലും അവന് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഓടുവാനോ മരണത്തിൽ നിന്ന് ഓടിയൊളിക്കാനോ സാധിക്കുകയില്ല. സൂറത്തുൻ നിസാഇൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, അത് നിങ്ങൾ വളരെ സുശക്തമായി നിർമ്മിച്ച ഒരു കോട്ടക്കുള്ളിലാണെങ്കിലും ശരി, നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമരായ മനുഷ്യനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. മക്കയിൽ ഉണ്ടായിരുന്ന ഖുറൈശികൾ, ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ, പ്രബോധനത്തെ തള്ളിക്കളഞ്ഞു. അല്ലാഹുവിന്റെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിക്കളഞ്ഞ് അവർ അഹങ്കാരത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി. അവരുടെ ജീവിതത്തിന്റെ അഹങ്കാരവും നെകളിപ്പും കണ്ടപ്പോൾ അത് അവർ എന്നെന്നും ഈ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകളെ പോലെ തോന്നിപ്പോകും. നമുക്കൊരു നാശമോ മരണമോ വരികയില്ല, നമ്മൾ എന്നെന്നും ഈ ദുനിയാവിൽ ശാശ്വതരായിരിക്കും എന്ന രീതിയിലുള്ള അഹങ്കാരത്തോടു കൂടിയുള്ള ജീവിതം കണ്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി വിശുദ്ധ ഖുർആനിൽ, വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബലിക്കൽ ഖുൽദ. എത്രയോ ശക്തന്മാരായ ആളുകൾ, അധികാരമുള്ള ആളുകൾ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവരാരും ഇന്ന് ദുനിയാവിൽ അവശേഷിച്ചിരിക്കുന്നില്ല. അവരാരും മരണപ്പെടാതിരുന്നിട്ടില്ല. എന്തിനു പറയുന്നു? താങ്കൾ പോലും മരണപ്പെടാനുള്ള ആളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുകയാണ്. താങ്കൾ പോലും അല്ലാഹുവിലേക്ക് മടങ്ങും. എങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഇത്ര അഹങ്കരിക്കുന്നത്? പിന്നെ ഇവര് മാത്രമാണോ ശാശ്വതരായിട്ട് ജീവിക്കുക? എല്ലാവരെയും ആക്രമിച്ച് അഹങ്കാരത്തോടു കൂടി നടക്കുന്നവർ വിചാരിക്കുന്നത് അവരെ ഈ ദുനിയാവിൽ എന്നെന്നും ജീവിക്കുമെന്നാണോ? അപ്പൊ അതുകൊണ്ട് മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ ഓരോരുത്തരെയും പുൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കണം. ബുദ്ധിമാൻ എന്നാൽ മരണത്തെ കുറിച്ച് എപ്പോഴും ഓർക്കുന്നവരാണെന്ന് ആലിമീങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് നമ്മളെപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കണം. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. പലപ്പോഴും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ വീടിൽ നമ്മുടെ ബന്ധപ്പെട്ട ആരെങ്കിലൊക്കെ മരണപ്പെടുന്ന സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നത് പോലെ തന്നെ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പഠിക്കലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 കാര്യങ്ങളാണ് പ്രത്യേകമായി പ്രധാനമായിട്ട് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്ന്, മരണപ്പെട്ട ആളുകളെ കഫൻ ചെയ്യണം, അതുപോലെ തന്നെ ദഫൻ ചെയ്യണം, പിന്നെ കുളിപ്പിക്കണം, നമസ്കരിക്കണം. ഇങ്ങനെ 4 കാര്യങ്ങളാണ്. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട പ്രവൃത്തികളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിലെ ചില ദുആകളുണ്ട്, അത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മളെ ബന്ധുക്കളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരണപ്പെട്ടാൽ, മനുഷ്യന്റെ അവസ്ഥയാണ്, ഏത് സമയത്തും സംഭവിക്കാം. നമ്മുടെ വീട്ടിലൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ നമ്മളൊരു ബെഞ്ചിലോ അല്ലെങ്കിൽ ഒരു കിടക്കയിലോ കിടത്തണം, താടി കെട്ടിക്കൊടുക്കണം. അതുപോലെ തന്നെ ഉടനെ തന്നെ മരണപ്പെട്ട് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ കൈയും കാലും, അതായത് സന്ധികൾ, നമ്മുടെ ജോയിന്റുകൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ അത് ഉറച്ചു പോകും. അതുകൊണ്ട് കുളിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രയാസമാകും. അതുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കൈയും അതുപോലെ തന്നെ ജോയിന്റുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ലൂസാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഉടനെ താടി കെട്ടണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കുറച്ച് ഭാരമുള്ള വസ്തുക്കൾ, അധികം ഭാരമുള്ളതല്ല, ചെറിയ ഭാരമുള്ള വസ്തുക്കൾ വയറിന് മേൽ വെക്കുന്നതും നല്ലതാണ്. വയറ് വീർത്ത് വരാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില സമയത്ത് നമുക്ക് പല അവസ്ഥകളും വരും. ചില ആളുകളുടെ നമ്മളെ മുമ്പിൽ വെച്ച് മരണത്തോട് മല്ലിടുന്ന അവസ്ഥകൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ആ അവസ്ഥകളിൽ നമ്മൾ അവർക്ക് കെലിമ ചൊല്ലിക്കൊടുക്കണം. വേറെ ഒന്നും നമ്മൾ ആ സമയത്ത് പറയാതെ, അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കെലിമ ചൊല്ലിക്കൊടുക്കും. ഉലമാക്കൾ പറയുന്നുണ്ട്, കെലിമ ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ആ മരിക്കാൻ പോകുന്ന ആൾ അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ നമ്മൾ ദേഷ്യം പിടിക്കാൻ പാടില്ല, ഈ നിർബന്ധിപ്പിച്ച് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി കെലിമ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അദ്ദേഹം കെലിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാതിരിക്കണം. പിന്നെയും നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വേറെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചൊല്ലിക്കൊടുക്കണം. കെലിമ പറഞ്ഞ് പിന്നെ ഉണ്ടാതിരിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചൊല്ലിയിട്ടില്ലെങ്കിൽ ചെല്ലുന്നത് വരെ നമ്മൾ നിർബന്ധിക്കാത്ത രീതിയിൽ കെലിമ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്രകാരം ഒരു ബെഞ്ചിൽ കിടത്തണം, അല്ലെങ്കിൽ ഒരു കട്ടിൽ കിടത്തിയിട്ട് ഇതുപോലെ ചെയ്യണം, താടിയൊക്കെ കെട്ടിക്കൊടുത്ത്. അതുപോലെ തന്നെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ണ് അടച്ചു കൊടുക്കണം, വായയും അടച്ചു കൊടുക്കണം. പിന്നെ അടുത്തതായി നമ്മൾ അതുപോലെ തന്നെ 2 വിരലുകൾ ചേർത്ത് കെട്ടണം. സ്വാഭാവികമായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ശരീരം കട്ടിയായി പോകും. അതിനു മുമ്പേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് കുളിപ്പിക്കുക എന്നുള്ളതാണ്. മയ്യത്തിനെ കുളിപ്പിക്കണം. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് കുളിപ്പിക്കുക. ആലിമീങ്ങൾ പറയുന്നത് 3 പ്രാവശ്യം ഈ മയ്യത്തിന്റെ ശരീരം മുഴുവനായിട്ട് വെള്ളം ഒഴിക്കണം. അതിൽ 1ാമത്തെ പ്രാവശ്യം വേണം നമുക്ക് സോപ്പോ അല്ലെങ്കിൽ വൃത്തിയാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക്, പണ്ട് കാലങ്ങളിൽ താളിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റുന്നത്. വെള്ളത്തിന്റെ കൂടെ താളിയും ഉപയോഗിച്ചിട്ടായിരുന്നു. ഇപ്പൊ ചിലപ്പോ ഒരുപാട് ആളുകൾക്ക് അത് അറിയില്ല. അതുകൊണ്ട് നമുക്ക് സോപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ 1ാമത്തെ പ്രാവശ്യം വൃത്തിയാക്കാം. പിന്നെ 2, 3 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കണം. അവസാനത്തെ വൃത്തിയാക്കലിൽ നമ്മൾ സുഗന്ധമൊക്കെ ചേർക്കണം. ലാസ്റ്റ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് അധികം ചൂടുള്ള വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഒരു മീഡിയം ചൂടുള്ള വെള്ളമൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ചെറിയ തണുപ്പുള്ള വെള്ളമാണെന്നൊക്കെ ഉലമാക്കൾ പറയുന്നുണ്ട്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം നമ്മൾ മുഴുവനായിട്ട് സാധാ വെള്ളം മാത്രം ഉപയോഗിച്ച് നമ്മുടെ മയ്യത്തിനെ നമ്മൾ ഫുള്ളായിട്ട് വൃത്തിയാക്കണം. പിന്നെ മയ്യത്തിന്റെ ശരീരത്തിൽ നജസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വൃത്തിയാക്കണം. വയറൊന്ന് ചെറുങ്ങനെ തള്ളിക്കൊടുത്ത് നജസ്സുകളൊക്കെ പുറത്താക്കി വൃത്തിയാക്കണം. പിന്നെ കുളിപ്പിക്കാൻ നമ്മൾ പോകുമ്പോൾ ആര് കുളിപ്പിക്കണം എന്നുള്ളത് ഉലമാക്കൾ പറയുന്നുണ്ട്. ഏറ്റവും നല്ലത് ഉപ്പയാണ് അല്ലെങ്കിൽ വെല്ലിപ്പയാണ്.
അല്ലെങ്കിൽ മകനാണ്. ഈ മൂന്നാളുകൾ ഒരുമിച്ച് കൂടി കുളിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ കുളിപ്പിക്കുന്ന ആള് വിശ്വസ്തനായിരിക്കണം. ചില സമയത്ത് ഈ പറഞ്ഞ ഉപ്പാക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഏറ്റവും അടുത്ത ആളുകൾക്കൊന്നും ഒരു ധൈര്യം വരാത്ത അവസ്ഥ ഉണ്ട്. ചില സമയത്ത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ പുറത്തു നിന്ന് ഒരാളെ വിളിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. പക്ഷെ അയാൾ വിശ്വസ്തനായിരിക്കണം. വിശ്വസ്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യന്റെ ശരീരമാണ്, മറയ്ക്കപ്പെട്ട് നടക്കുന്ന ശരീരമാണ്. അത് കുളിപ്പിക്കുന്ന സമയത്ത് അതിലുള്ള ഒരുപാട് ന്യൂനതകൾ നമ്മൾ കാണാൻ സാധ്യതയുണ്ട്. അതൊരു കാരണവശാലും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. അത് വലിയ തെറ്റാണ്, ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വസ്തനായ ആളായിരിക്കണം. പുറത്ത് പറയാൻ പാടില്ല മയ്യത്തിന്റെ ന്യൂനതകളൊന്നും. അതുപോലെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ 3 പ്രാവശ്യത്തിൽ ചില സമയത്ത് വൃത്തിയായിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അതിനെ ഒറ്റയാക്കി കഴുകണം. 4 അല്ല, പിന്നെ 5 പ്രാവശ്യം വെള്ളമൊഴിച്ച് കഴുകണം. ചില സമയത്ത് നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് പിന്നീട് ചിലപ്പോൾ നജസ് പുറത്തേക്ക് വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ പിന്നെ മൊത്തമായിട്ട് കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. ആ നജസ് വന്ന ഭാഗം മാത്രം നമ്മൾ കഴുകിയാൽ മതി. എന്നൊക്കെ പലതും സംഭവിക്കാറുണ്ട്. പിന്നെ ചില സമയത്ത് ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുമ്പിൽ പല അവസ്ഥകളും വരാറുണ്ട്. ചില സമയത്ത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത മയ്യത്തുകളാണെങ്കിൽ ചില സമയത്ത് നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാൽ വീണ്ടും ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ 3 പ്രാവശ്യം കഴുകി പിന്നീട് ഉടനെ നമ്മൾ തുണി കൊണ്ട് മറച്ച് കഫൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നീട് നമ്മൾ തുണി കൊണ്ട് മയ്യത്തിനെ പൊതിയുന്ന രീതിക്കാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞ് പിന്നെ കഫൻ ചെയ്യാം. കഫൻ ചെയ്യുന്ന സമയത്ത് പുരുഷനാണെങ്കിൽ 3 തുണിയാണ്, മൊത്തം മറയ്ക്കുന്ന തരത്തിലുള്ള വലുപ്പമുള്ള 3 വെള്ള തുണികൾ. അത് നല്ല വൃത്തിയുള്ളതായിരിക്കണം. വെള്ളം നിർബന്ധമുള്ളതല്ല, പക്ഷെ വെള്ള തുണിയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറ്. അതൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിലുള്ള വിഷയമാണ്. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് 3 തുണികൾ, വലിയ 3 തുണികൾ കൊണ്ടാണ് പുരുഷനെ മറയ്ക്കേണ്ടത്. മുഴുവനായിട്ട് കെട്ടണം, മുഖം മാത്രം പുറത്തെ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്. ആ രീതിയിലാണ് കഫൻ ചെയ്യേണ്ടത്. നല്ല വൃത്തിയുള്ള തുണിയായിരിക്കണം. അവരെ കഫൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്തറൊക്കെ തേക്കണം, കുറച്ച് സുഗന്ധ വസ്തുക്കളൊക്കെ പുരട്ടലും നല്ലതാണ്. അതുപോലെ സ്ത്രീൻ്റെതാണെങ്കിൽ ഒരു 5 വസ്ത്രമാണ്. പുരുഷനാണെങ്കിൽ 3 കഷ്ണം തുണിയാണ് സാധാരണ നമ്മൾ കേൾക്കുന്നത്. 3 കഷ്ണം തുണിയൊക്കെ നമ്മൾ കേൾക്കുന്നതല്ല. സ്ത്രീ ആണെങ്കിൽ 5 കഷ്ണം തുണിയാണ്. അതിലൊന്ന് അരഭാഗത്തിന് അടിയിലേക്ക് മറയ്ക്കുന്ന തരത്തിലുള്ള തുണി, രണ്ടാമത്തത് അരയുടെ മുകളിലേക്ക് മറയ്ക്കുന്ന തരത്തിലുള്ള ഒരു തുണി. ഇങ്ങനെ ആദ്യം സ്ത്രീയെ കഫൻ ചെയ്യണം. സ്ത്രീയെ കുളിപ്പിക്കേണ്ടത് സ്ത്രീകളാണ്. അതുപോലെ തന്നെ കഫൻ ചെയ്ത് കൊടുക്കേണ്ടതും സ്ത്രീകളാണ്, പുരുഷന്മാരല്ല. അതുപോലെ തന്നെ പുരുഷന്റെതും അങ്ങനെ തന്നെയാണ്. പുരുഷനെ കുളിപ്പിച്ചു കൊടുക്കേണ്ടതൊക്കെ പുരുഷനാണ്. അവരൊക്കെ ഇല്ലാത്ത അവസ്ഥകളിലാണ് പിന്നെ അതിന്റെ ചർച്ചകൾ. സ്ത്രീക്ക് സ്ത്രീയാണ് കുളിപ്പിച്ചു കൊടുക്കേണ്ടതും കഫൻ മറച്ചു കൊടുക്കേണ്ടതും. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പുരുഷനാണ്. അപ്പോൾ സ്ത്രീക്ക് അടിയിലും ഒരു തുണി കൊണ്ട് പൊതിയണം, മുകൾ ഭാഗത്തും ഒരു തുണി കൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കമീസ് എന്ന് പറയും, സ്ത്രീകൾ നമസ്കരിക്കുന്ന സമയത്തിലൊക്കെ ഇടുന്ന കമീസ്, അത് മൊത്തമായിട്ട് മറച്ചു കൊടുക്കും. അതിനുശേഷം മുഴുവൻ മറയ്ക്കുന്ന 2 തുണികൾ വീണ്ടും. ഇങ്ങനെയാണ് സ്ത്രീയെ കഫൻ ചെയ്യേണ്ടത്. അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അടുത്തത് ദഫൻ ചെയ്യുക. ദഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറമാടുക. ഖബർസ്ഥാനിൽ മറമാടുന്ന, നമ്മൾ ഖബർസ്ഥാനിൽ മറമാടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമസ്കാരം, അത് കഴിഞ്ഞിട്ട് കഫൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് നമസ്കരിക്കും. നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം, നമ്മുടെ മയ്യത്തിനെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പിറകിൽ നിന്ന് നമസ്കരിക്കും. നമസ്കരിക്കുമ്പോൾ നമ്മൾ പുരുഷനാണെങ്കിൽ, മരണപ്പെട്ട ആള് പുരുഷനാണെങ്കിൽ ഇമാമ് നിൽക്കേണ്ടത് ആ പുരുഷന്റെ തലയുടെ അടുത്താണ്. ഈ സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീയുടെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ഇമാമ് നിൽക്കേണ്ടത്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഏത് സമയത്തും അള്ളാഹു നമുക്ക് കാക്കട്ടെ, നമ്മുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് പോലും മരണം വരാൻ സാധ്യതയുണ്ട്. നമുക്കൊരു ഉറപ്പില്ലല്ലോ, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഇതിനൊക്കെ വേണ്ടി തയ്യാറായി നിൽക്കണം. നമ്മള് പെട്ടെന്നായിരിക്കും ഇതേപോലെ മരണപ്പെടുക. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് നമുക്ക് നിസ്കാരത്തെ കുറിച്ച് പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ല. നമ്മൾ ഇതിന്റെ മയ്യത്ത് പരിപാലനത്തിന്റെ ഓട്ടത്തിലായിരിക്കും. പെട്ടെന്ന് ലാസ്റ്റേക്ക് നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് നമ്മൾ ആലോചിക്കാം, അള്ളാഹ് നിസ്കാരം എങ്ങനെയാണ്, എന്താ ചൊല്ലേണ്ടത്. ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ ഇതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തണം. ചെറിയ രീതിയിൽ പഠിക്കണം. മയ്യത്ത് നമസ്കാരത്തിന്റെ ദുആകളൊക്കെ പഠിക്കണം. 4 തക്ബീറത്തോട് കൂടിയിട്ടുള്ള നിന്നിട്ട് മാത്രമുള്ള നിസ്കാരമാണ് മയ്യത്ത് നമസ്കാരം. 1ാമത്തെ തക്ബീർ കഴിഞ്ഞ ഉടനെ ഫാത്തിഹ ചൊല്ലണം. 2ാമത്തെ തക്ബീറത്ത് കഴിഞ്ഞിട്ട് ഇബ്രാഹിമി സ്വലാത്ത്, നമ്മൾ അത്തഹിയാത്തിലൊക്കെ ചൊല്ലലും, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്
കമാ സല്ലൈത അലാ ഇബ്രാഹിം എന്ന് പറയുന്ന ആ ദുആ, ആ ഇബ്രാഹിമി സ്വലാത്താണ് രണ്ടാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലേണ്ടത്. മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടി ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു എന്ന് പറയുന്നത് ദുആ ഉണ്ടല്ലോ, ആ ദുആ നമ്മൾ പഠിക്കണം. അത് ദുആ സുന്നത്താണ്. പക്ഷേ തക്ബീറത്തും ഫാത്തിഹയും സ്വലാത്തും നിർബന്ധമാണ്. അതെന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. ദുആ സുന്നത്താണ്, പക്ഷെ അത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. കാരണം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ അല്ലേ, ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ആ ദുആ അറിയില്ലെങ്കിൽ എത്ര മോശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്ത് ആ വലിയ ദുആ ആർക്കും അറിയില്ലെങ്കിൽ അയാൾ ഇത്ര പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇമാം പോലെ നമസ്കാരത്തിൽ പോയപ്പോൾ ഒരു പാവം സുഹൃത്താണ്, അദ്ദേഹം നമസ്കരിച്ച് പെട്ടെന്ന് ഒന്നാമത്തെ തക്ബീർ കിട്ടി, 3 സെക്കൻഡിനുടനെ തന്നെ രണ്ടാമത്തെ തക്ബീറും കൂടി പറഞ്ഞു. ഫാത്തിഹ ചെല്ലാനുള്ള സമയം നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ ആകെ ചർച്ചയാണ്. അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ കൊടുക്കണം. ബാക്കിലുള്ള മമ്മൂമിന് ചെല്ലാനുള്ള സമയവും നമ്മൾ കൊടുക്കണം. നമ്മൾ ഇമാമ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില സമയത്ത് ഈ ദുആ അറിയില്ലെങ്കിൽ നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനൊരു ടൈം നിശ്ചയിക്കുക. ഒരു മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 50 സെക്കൻഡോ 45 സെക്കൻഡോ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എന്നിട്ട് അത് മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞാലാണ് ഈ ദുആ. ഇനി നാലാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ചില ആലിമീങ്ങൾ പറയുന്നുണ്ട് അല്ലാഹുമ്മ ലാ തഹ്രിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു എന്നുള്ള ദുആ ചെല്ലൽ നല്ലതാണെന്ന് ചില ആലിമീങ്ങൾ പറയുന്നുണ്ട്. ശരിക്കും ആ നാലാമത്തെ തക്ബീർ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സലാം കിട്ടാം. അതിൽ പ്രത്യേകിച്ച് ദുആ ചൊല്ലിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇങ്ങനെയാണ് നിസ്കാരത്തിന്റെ രൂപം. ഇത് നമ്മൾ പഠിക്കണം. നമുക്ക് അറിയില്ലെങ്കിൽ ആരോട് ചോദിക്കുക, അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. പിന്നെ ഫാത്തിഹ, പിന്നെ ഇബ്രാഹിമി സ്വലാത്ത് ഏകദേശം എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ആ ദുആയും അത് കുറച്ച് ചെറിയൊരു ദുആയാണ്, അത് നമ്മൾ പഠിച്ചു വെച്ചാൽ നല്ലത്. ഇങ്ങനെയാണ് നമസ്കാരം. അല്ല നമുക്ക് അറിയാത്ത കാര്യമാണെങ്കിൽ നമ്മൾ അവിടെ ടൈം കൊടുക്കണം. ബാക്കിയുള്ള നിസ്കരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് നമ്മൾ എന്താക്കാൻ പാടില്ല, വേഗം തക്ബീർ സ്പീഡ് കൂട്ടി പോകാൻ പാടില്ല. ആ സമയത്ത് പെട്ടെന്ന് ഒരു പേടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത് ഒരു വിഷമം ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു പേടിയും ഉണ്ടാവും. അപ്പോൾ സ്പീഡിലാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഇമാം നിൽക്കുന്ന ആള് ചില സമയത്ത് തല കറങ്ങി പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണലുണ്ട്. ഒന്നാമത് രാവിലെ മുതൽ അല്ലെങ്കിൽ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇരുന്ന് സ്കരിക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല. നമ്മൾ മടി കാണിക്കാൻ പാടില്ല. തല കറങ്ങി വീണ് പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. നമുക്ക് ഇരുന്നിട്ടും നിസ്കരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ദഫൻ ചെയ്ത് ഈ നമ്മൾ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ പിന്നീട് മയ്യത്തിനെ ദഫൻ ചെയ്യണം. മറമാടുന്ന സമയത്ത് നമ്മൾ കബറ് ശരിയാക്കി വെക്കും. എന്നിട്ട് ഒരു ചെറിയ ഇഷ്ടികന്റെ മുകളിലായി വെക്കണമെന്ന് അലിമികൾ പറയുന്നുണ്ട്. കിബിലക്ക് നേരെ വലതുഭാഗം ചരിച്ചിട്ടാണ് നമ്മൾ വെക്കേണ്ടത്. വലതുഭാഗം മയ്യത്തിന് ചെറിയ കിബിലക്ക് നേരെ ചരിച്ചിട്ടാണ് കബറിൽ കിടത്തേണ്ടത്. പിന്നെ നമ്മൾ മയ്യത്തിനെ നമ്മൾ തസ്ബീത്ത്, നമ്മൾ സാധാരണ അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൊല്ലുന്ന ദുആ ഉണ്ടല്ലോ, അത് മയ്യത്തിന് വേണ്ടി ആ സമയത്ത് മറമാടുന്ന സമയത്ത് ദുആ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദുആയിൽ നമ്മൾ എല്ലാവരും പങ്കെടുക്കണം. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്നാൽ ഒരിക്കലും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിലാണ് വരുന്നുണ്ട്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഒരു മയ്യത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. സഹാബാക്കൾക്ക് ആ ഭാഗ്യം പലർക്കും ലഭിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നബി തങ്ങൾ നമസ്കാരത്തിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുമായിരുന്നു, മയ്യത്തിന് കടമുണ്ടോ? അത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമായിരുന്നു. അഥവാ മയ്യത്തിന് കടമുണ്ടെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായിട്ട് നിസ്കരിക്കില്ല. നബി തങ്ങൾ ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ നബി തങ്ങൾ ഇമാമായിട്ട് നിസ്കരിക്കില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നബി തങ്ങൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ നബി തങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടുമല്ലോ, അള്ളാഹു ഈ മയ്യത്തിന് കൊടുത്തു കൊടുക്കണേ. അപ്പോ കടം വീടാത്ത ഒരാൾക്ക് നബി തങ്ങൾ പാപമോചനം തേടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മാപ്പാക്കപ്പെടും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ മരണപ്പെട്ട ആളുടെ കുടുംബത്തിന് കിട്ടാനുള്ള കടം പിന്നെ അയാൾ കൊടുക്കാനുള്ള ആൾ ചിലപ്പോൾ കൊടുക്കൂല. അപ്പൊ അതുകൊണ്ട് അതവിടെ കൊടുത്ത് വീട്ടാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിന് വേണ്ടിയിട്ട്, കടമുള്ള മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാറില്ല. സഹാബാക്കളോട് പറയും, ഞാൻ നമസ്കരിക്കുന്നത്, ഞാൻ ബാക്കിലേക്ക് നിൽക്കുകയാണ്, നിങ്ങൾ നമസ്കരിക്കുക ഇമാമായിട്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ആരെങ്കിലും ഏൽപ്പിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ മക്കൾ ഏറ്റെടുക്കണം. മക്കൾ പറയണം ഈ മയ്യത്തിന്റെ, അല്ലെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും. ചില സമയത്ത് സഹാബാക്കൾ ഏറ്റെടുത്തിട്ടുണ്ട്, മക്കളൊന്നല്ല വേറെ പുറത്തുള്ള ആളുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ആ കട ഞാൻ ഏറ്റെടുക്കാം, നിങ്ങൾ ഈ സഹാബിക്ക് നിസ്കരിക്കാതിരിക്കരുത്, നിങ്ങൾ നിസ്കരിക്കണം, ആ കട ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മഹാന്മാരായ സഹാബാക്കൾ ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കടം വലിയൊരു വിഷയമാണ്. കടം നമ്മൾ കൊടുക്കണം. അതിലേക്കുള്ള ഒരു സൂചന കൂടിയാണത്. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാതിരിക്കരുത്. കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊതുവെ നമുക്ക് വാങ്ങാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്. കാരണം പൈസ കിട്ടുകയാണ്, പക്ഷെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളെല്ലാ പണിയും നടക്കുന്നുണ്ടാവും.
നമ്മൾ വീട് എടുക്കുന്നുണ്ടാവും, നമ്മൾ വാഹനങ്ങൾ എടുക്കുന്നുണ്ടാവും, നമ്മൾ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുന്നുണ്ടാവും. പക്ഷെ കടം മാത്രം നീങ്ങൂല, അവിടെ കിടക്കും. അതിനൊരു 100 രൂപ പോലും തിരിച്ചു കൊടുക്കുന്നത് നമുക്ക് വലിയൊരു പർവ്വതം പൊക്കുന്നത് പോലെ തോന്നും. പക്ഷെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടാവും. പക്ഷെ കടം വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് കൊടുക്കാതിരിക്കരുത്. കടം കൊടുക്കാതിരിക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുക എന്നത് എത്ര വലിയ ഭാഗ്യമുള്ള കാര്യമില്ല. പക്ഷെ ആ ഭാഗ്യം പോലും ലഭിക്കാതെ പോയ ആൾക്കാർ ആരാണ്? കടം തിരിച്ചു കൊടുക്കാത്ത ആളുകളാണ്. അതുകൊണ്ട് കടം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയതിനേക്കാൾ സ്പീഡിൽ നമ്മൾ തിരിച്ചു കൊടുക്കണം. ഒരിക്കലും അത് നമ്മൾ ബാക്കിയാക്കരുത്. കാരണം നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ അടുത്തൊരാൾ മരണപ്പെട്ടു, കോടികളാണ് കടം. മകൻ അപ്പോഴേ പറഞ്ഞു, മരണപ്പെട്ടപ്പോഴേ പറഞ്ഞു ഞാനത് ഏറ്റെടുക്കില്ല. കാരണം കോടികൾ. അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്. അത് വിളിക്കുന്നത് 25 ലക്ഷം. ഇദ്ദേഹം ഒരു ഓട്ടോറിക്ഷക്കാരനാണ് മകൻ. സാധാ അന്ന് കിട്ടി അന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് വിളിച്ചിട്ട് ഓരോ ആളുകൾ ചോദിക്കുന്നത് 25 ലക്ഷം, 40 ലക്ഷം. പാവപ്പെട്ട ആളാണ്, എന്ത് ചെയ്യാനാ? അപ്പൊ അതുകൊണ്ട് നമ്മള് വിചാരിക്കുന്നു മക്കളെ ഏറ്റെടുപ്പിച്ച് പലപ്പോഴും ഏറ്റെടുക്കില്ല. ഏറ്റെടുത്താൽ തന്നെ ചിലപ്പോൾ ഏറ്റെടുത്തിട്ട് കൊടുക്കണ്ടേ? ചില ആൾക്കാർ കൊടുക്കലുമില്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മളായി വാങ്ങിയ ഹക്കുകളൊക്കെ നമ്മൾ തന്നെ തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും പെട്ടെന്ന് നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ പെട്ടെന്ന് കടം തീർക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കുക. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം വളരെ താഴ്മയോടുകൂടി എളിമയോടുകൂടി വളരെ നല്ല രീതിയിൽ ജീവിച്ച, ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ വലിയൊരു ആർഭാടങ്ങളില്ലാതെ ജീവിച്ചൊരു സഹാബിയായിരുന്നു. അദ്ദേഹം പോലും പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ഏറ്റവും വലിയ പാവപ്പെട്ടവനായി തീരുന്നത് അവൻ ഖബറിലേക്ക് വെക്കപ്പെടുന്ന സമയത്താണ്. ഞാനായിരിക്കും ആ ഏറ്റവും വലിയ പാവപ്പെട്ടവൻ. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് ജീവിച്ച ആളാണ്. അപ്പൊ നമ്മളെപ്പോലുള്ള ഏറ്റവും വലിയ പാപികളായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ശരിക്കും നമ്മളൊക്കെ എത്ര കരയണം. അദ്ദേഹം എപ്പോഴും മരണത്തെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ കൂടെ ഏതെങ്കിലും മയ്യത്തിനെ കൊണ്ടുവന്ന സമയത്ത് അദ്ദേഹം പറയും, ഞാനും നിങ്ങളെ ബാക്കിൽ വരുട്ടോ. മനസ്സിനെ സാങ്കല്പികമായിട്ട് പറയുന്നതാണ്. മയ്യത്തിനോട് ഇങ്ങനെ പറയാ സാങ്കല്പികമായിട്ട്, ഞാനും നിങ്ങളെ ബാക്കിൽ വരാനുള്ള ആളാണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അതുപോലെ തന്നെ നമ്മൾ ഖബർസ്ഥാനുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് നമ്മൾ പറയണം. പലപ്പോഴും ഖബർസ്ഥാനുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കി വായിക്കണം ഇൻഷാ അല്ലാഹ്. ഈ തരത്തിൽ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിക്കണം. മയ്യിത്ത് നിസ്കാരത്തിന്റെ ദുആകളൊക്കെ പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ അവർക്ക് ചെയ്യാൻ തോഫീഖ് നൽകുമാറാകട്ടെ.